ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ പ്രകാശൻ കല്യാണിയെ കളിയാക്കി സംസാരിക്കുകയാണ്. സംസാരിക്കാൻ കഴിവില്ല എന്ന് പറഞ്ഞിട്ട് ബൈജു അപ്പോൾ പറയുന്നുണ്ട്, എപ്പോഴേ കല്യാണിയുടെ സൗണ്ട് നിങ്ങൾ കേട്ടിരിക്കുന്നു എന്ന്. കിരണും കല്യാണിയും ബൈജുവിനെ കണ്ണ് കാണിക്കുന്നുണ്ട്, ഒന്നും തുറന്നു പറയരുതെന്ന് കരുതിയിട്ട്. പ്രകാശൻ അപ്പോൾ പറയുന്നുണ്ട്, ഇവളുടെ കുറേ മൂളലും ഞരങ്ങലുമൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതാണെന്നൊക്കെ. ഇവൾ ഇനിയും സംസാരിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ തല മൊട്ടയടിക്കുമെന്നൊക്കെ പ്രകാശൻ പറയുന്നു. ആ സമയത്ത് കിരൺ പറയുന്നുണ്ട്, ഇതിനു മുമ്പും ഇതുപോലെയൊക്കെ പ്രസ്താവന നടത്തിയതാണെന്ന്. പ്രകാശൻ അപ്പോൾ പറയാണ്, നേരത്തെ ഉള്ളത് പാലിക്കാഞ്ഞത് അതിലൊരു ചതിയുണ്ടായിരുന്നു. പക്ഷേ ഈ കാര്യത്തിൽ അങ്ങനെയല്ല, ഉറപ്പായിട്ടും പാലിച്ചിരിക്കും. ഇവൾ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ മൊട്ടയടിക്കുമെന്നൊക്കെ പറയുന്നു. കിരൺ പറയുന്നുണ്ട്, കല്യാണി സംസാരിക്കാത്തത് എനിക്കൊരു വലിയ കുറവായിട്ടൊന്നും ഇതുവരെയും തോന്നിയിട്ടില്ല എന്ന്. കിരൺ ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്രമാത്രം സന്തോഷിക്കുന്നുണ്ടല്ലോ, അതിനു മാത്രം നിങ്ങളോട് കല്യാണി എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളതെന്ന്. പ്രകാശൻ പറയുകയാണ്, ഇവൾ ജനിച്ചപ്പോഴേ കുടുംബം മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞതാണ്. അതുമാത്രമല്ല, ഇവളെ ഞാൻ ഒരിക്കലും മോളായിട്ട് അംഗീകരിക്കത്തില്ല, ഇവൾ എൻ്റെ മോളുമല്ല എന്നൊക്കെ പറയുന്നു. എല്ലാ അമ്മമാരുമാണെങ്കിൽ കുഞ്ഞുങ്ങളെ താരാട്ട് പാടിയൊക്കെ ഉറക്കുമെന്ന് ആഗ്രഹിക്കുന്നത്, പക്ഷേ ഇവൾക്കൊരിക്കലും അതൊന്നും സാധിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നു. പ്രകാശൻ പറയുന്നു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം, ഇവൾക്ക് സൗണ്ടിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ എന്നറിയാൻ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് വീണ്ടും ശയന പ്രദർശനം നടത്തണം, അതിനു വേണ്ടിയാണ്. ഇവളെ ഞാൻ ഒരിക്കലും എൻ്റെ മകളായിട്ട് അംഗീകരിക്കില്ല, ഇവളിപ്പോഴും ആ തൊഴുത്തിൽ കിടന്ന പാൽക്കാരി മാത്രമാണ്. എല്ലാവരെയും മുന്നിൽ ഒരു പരിഹാസ ചിരിയൊക്കെ ചിരിച്ചിട്ട് പ്രകാശൻ അവിടെ നിന്ന് പോകുന്നു. പ്രകാശൻ പോയതിനു ശേഷം കല്യാണി കരയുന്നു. കരഞ്ഞുകൊണ്ട് പറയണം, പണ്ട് ഞാനാണെങ്കിൽ എൻ്റെ അച്ഛൻ എന്നെ താലോലിക്കണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. കിരൺ ആണെങ്കിൽ കല്യാണിയെ ഉപദേശിക്കുകയാണ്, നീ എന്തിനാണ് കരയുന്നത്? അയാൾ സ്നേഹിച്ച മകൻ്റെ കയ്യിൽ നിന്ന് അയാൾക്ക് ഒരുപാട് തിരിച്ചടി കിട്ടി. നീ ഇനിയും സംസാരിക്കുകയും കൂടെ ചെയ്യുമ്പോൾ അയാൾക്ക് വീണ്ടും അടുത്തടി കിട്ടുന്നതായിരിക്കും. നിന്നെ സ്നേഹിക്കാത്ത അച്ഛനെ ഓർത്ത് നീ ഇനിയും എന്തിനാണ് കരയുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. കല്യാണി അപ്പോൾ പറയാണ്, അച്ഛനായിപ്പോയില്ലേ, അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞ ഒരു മക്കൾക്കും സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കല്യാണി അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് സരയുൻ്റെ പേരിലാണെങ്കിൽ കമ്പനി രൂപ എഴുതി കൊടുക്കുകയാണ്. വക്കീലാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ പേരിൽ മക്കൾ പ്രശ്നമുണ്ടാക്കില്ലേന്ന്. രൂപ അപ്പോൾ പറയണം, ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല, ഇത് ഞാൻ എഴുതി കൊടുത്തതാണെന്ന്. സരയുനും ശാരിക്കുമാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു. സരയു വീട്ടിൽ വന്നതിന് ശേഷം ഡോക്യുമെൻറ്റുമായിട്ട് കിരണിൻ്റെയും കല്യാണിയുടെയും വീട്ടിലേക്ക് ചെല്ലുന്നു. രൂപ സരയുൻ്റെ പേരിൽ കമ്പനി എഴുതി തന്ന കാര്യമൊക്കെ കല്യാണിയോടും കിരണിനോടും പറയുന്നു. കിരണിനോട് പറയാണ്, നീ ഈ സംസാരിക്കാത്തവളെ കല്യാണം കഴിച്ചത് കൊണ്ടാണ് നിനക്കിതെല്ലാം നഷ്ടമായത്. കിരൺ അപ്പോൾ പറയാണ്, സ്വത്തിനെക്കാട്ടിൽ വലുത് എനിക്ക് കല്യാണി തന്നെയാണെന്ന്. സരയു അപ്പോൾ പറയാണ്, നീ അങ്ങനെയൊക്കെ പറയത്തുള്ളൂ, എനിക്കാണെങ്കിൽ ഒരു കൊച്ചില്ലേലും കുഴപ്പമില്ല, പക്ഷേ ഇവൾക്കാണെങ്കിൽ കൊച്ചുണ്ടായിട്ട് പോലും ഒരു താരാട്ട് പാടാൻ പോലും പറ്റത്തില്ല, ഇവൾക്ക് ഈ ജന്മത്തിൽ അതൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുകയാണ് സരയു. നീ ബാക്കി സ്വത്തുക്കളൂടെ എഴുതി കിട്ടിയതിന് ശേഷം ആ ഡോക്യുമെൻറ്റും നിന്നെ കാണിക്കാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് സരയു അവിടെ നിന്ന് പോകുന്നു. സരയു പോയതിന് ശേഷം കിരൺ കല്യാണിയോട് പറയാണ്, അമ്മ എന്തിനാണ് ഈ സ്വത്തൊക്കെ അവളുടെ പേരിൽ എഴുതി കൊടുത്തത്? അമ്മയ്ക്കപ്പം ഞങ്ങളോട് ഇപ്പോഴും ദേഷ്യമാണോ എന്നൊക്കെ പറയുകയാണ്. കല്യാണി അപ്പോൾ പറയണം, അമ്മ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, പക്ഷേ ഇതിലെന്തോ കാര്യമുണ്ട്. എന്തായാലും അമ്മ ഞാൻ പെട്ടെന്ന് തന്നെ കാണുന്നുണ്ട്, എന്താണെന്ന് തിരക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു. കല്യാണിയും രൂപയും വെളിയിൽ വെച്ച് കാണുന്നു. കല്യാണിയാണെങ്കിൽ രൂപയോട് ചോദിക്കുന്നുണ്ട് കമ്പനി എഴുതി വെച്ചതിനെക്കുറിച്ച്. രൂപ പറയുന്നു, എൻ്റെ ആങ്ങളെയാണെങ്കിൽ കോടികളുടെ കടബാധ്യത കമ്പനിക്ക് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, അതിനി ഞാൻ അടയ്ക്കേണ്ടി വരും. അതുമാത്രമല്ല, ആൾക്കാർ അന്വേഷിച്ച് എൻ്റെ അടുത്തേക്ക് വരും, അതുകൊണ്ടാണ് ഞാൻ അവളുടെ പേരിൽ എഴുതി കൊടുത്തത്. കല്യാണി ചോദിക്കുന്നുണ്ട്, അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവന്ന കമ്പനിയല്ലേ എന്ന്. അപ്പോൾ രൂപ പറയാണ്, അത് കുഴപ്പമില്ല, ഇനി എനിക്ക് ആ കമ്പനി വേണ്ട, നിങ്ങളുടെ രണ്ടുപേരെയും കമ്പനി നന്നായിട്ട് പോകുന്നുണ്ടല്ലോ, അത് മതിയെന്നൊക്കെ പറയാണ്. രൂപയാണെങ്കിൽ കല്യാണിയോട് ചോദിക്കുകയാണ്, താരയുടെ മകൾ ആരാണെന്ന്. കല്യാണി അപ്പോൾ അത് സരയുവാണെന്ന് പറയുന്നു. രൂപയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. രൂപ പറയാണ്, ഡെലിവറി സമയത്ത് ഞാനും ഹോസ്പിറ്റലിലുണ്ടായിരുന്നു, അപ്പോൾ അതെങ്ങനെ സംഭവിക്കാനാണെന്ന്. കല്യാണി അപ്പോൾ പറയണം, അതൊക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. എന്തായാലും അമ്മയുടെ ആങ്ങളയുടെയും താരയുടെയും മകളാണ് സരയു എന്ന് കല്യാണി വീണ്ടും പറയുന്നു. സരയുൻ്റെ അമ്മ ശരിക്കും താരയാൻ്റിയാണെന്ന് കല്യാണി വീണ്ടും പറയുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്